വെൽക്കം ബാക്ക് ടു ന്യൂസ് മോർണിംഗ്. അങ്ങനെ 9 മണിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സൈഫു എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിലെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും ശിവൻകുട്ടിയും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ അത് ശിവൻകുട്ടിയുടെ വാക്കുകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തിയിരുന്നു. അതിനിന്ന് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ശിവൻകുട്ടി അല്പം കലിപ്പിലാണ്. എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിൽ ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി ഉയർത്തുന്നത്. സമാധാനപരമായി മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ മേഖലയെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സമരത്തിന് വരുന്നത്. ഒരു വെല്ലുവിളിയും സർക്കാർ അംഗീകരിക്കില്ല എന്നുമാണ് മന്ത്രി പറയുന്നത്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. എന്തു തന്നെ ആയിരുന്നാലും ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ അതിന്റെ പേരിൽ വളരെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്തെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. വിജിൻ വായാന്തോടെ വിശദാംശങ്ങൾ നൽകും. വിജിൻ, ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് പൊസിഷൻ വിദ്യാഭ്യാസ മന്ത്രി എടുക്കുകയാണ്. അപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കെതിരെ വെല്ലുവിളിയും കൂടി നടത്തുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ കാണുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത നീക്കങ്ങൾ എങ്ങനെ? സൈഫുദ്ദീൻ ജിൽസി, ഇക്കാര്യത്തിൽ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയാണ് NSSന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയിൽ പറയുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ അത് ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റാമെന്നുള്ള വിധിയാണ് NSSന് അനുകൂലമായി ലഭിച്ചത്. പക്ഷെ അത് NSSന് മാത്രമായി ലഭിച്ച വിധി കൂടിയാണ്. അത് 2021 മുതൽ നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റും ഒപ്പം തന്നെ മറ്റു ചില മാനേജ്മെന്റുകളുമൊക്കെ സർക്കാരിനെതിരെ ഈ വിഷയത്തെ തിരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇന്ന് കുറച്ചുകൂടി കടുപ്പിച്ച് ഈ മാനേജ്മെന്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തിയിരിക്കുന്നത്. സമാധാനപരമായി പോകുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. വേണമെങ്കിൽ ഇവർ കോടതിയിൽ പോയി വിധി വാങ്ങി വരട്ടെ. പ്രൈവറ്റ് മാനേജ്മെന്റിന് വേണ്ടി സർക്കാരിന് എന്തായാലും നിലവിൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അത് ഏത് തരത്തിലാണ് ശരിയാവുന്നത് എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സമരവും ഒപ്പം തന്നെ വിഷയങ്ങളും ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വർഷമാണ് എന്നുള്ളത് കൂടി പറയുന്നു. ഒപ്പം തന്നെ പഴയകാല സമരങ്ങളുടെ ചരിത്രം ഓർമ്മിച്ച് ഈ അത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി മാനേജ്മെന്റുകളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്ന് കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയാണ് നിലവിൽ വി ശിവൻകുട്ടി ചെയ്യുന്നത്.